ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കിട്ടുക എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് അതിലേക്ക് ചാടിക്കയറി എന്ത് ചെയ്യും, അവരതിലേക്ക് എൻട്രി ആവും. അവർ വിജയിച്ച ആളുകളുണ്ട്, പരാജയപ്പെട്ട ആളുകളുണ്ട്. വിജയിച്ച ആളുകൾ ഇപ്പോഴും നമ്മളെ ഫോണിൽ നമ്മൾ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ബിസിനസ് ഡീൽ ചെയ്ത് അവർ ലക്ഷങ്ങൾ സമ്പാദിച്ചു, കാറ് വാങ്ങി, അങ്ങനെ നമ്മളിപ്പോൾ കാണുന്ന ഒരു ജനറേഷൻ. അങ്ങനത്തെ സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മളതിലുള്ളത്. പഴയ കാലഘട്ടം പോലെയൊന്നുമല്ല. പഴയ കാലഘട്ടത്തിൽ നമ്മൾ പാരൻസിന് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്തത് തന്നെ വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. ഇപ്പോഴുള്ള പാരൻസിനും വിദ്യാഭ്യാസമുണ്ട്, കുട്ടികൾക്കും വിദ്യാഭ്യാസമുണ്ട്. കുട്ടികൾക്ക് അവിടെ വരുമാനം ഉണ്ടാക്കാൻ അറിയാം, അവർക്ക് വിദ്യാഭ്യാസം എങ്ങനെ ചെയ്യണമെന്നറിയാം, ഏത് വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോയാലാണ് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുക എന്നറിയാം. അവരുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരുടെ വിവാഹ ജീവിതം, മാരേജ് ആണെങ്കിലും ഭാവിയിലേക്ക്, ഫ്യൂച്ചറിലേക്ക് എങ്ങനെ അവർക്ക് സെറ്റിൽ ആവാമെന്ന് കറക്റ്റ് അറിയുന്ന കുട്ടികളാണ് ഇപ്പം ഈ ഒരു ജനറേഷനിൽ ഉള്ള കുട്ടികൾ. അതുകൊണ്ട് തന്നെ ബിസിനസ് എന്ന് പറഞ്ഞാൽ, ഇതൊരു ജസ്റ്റ് ജനറലായിട്ട് മിസ് പറയുന്ന കാര്യങ്ങളാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മേഖല തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ബിസിനസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, പേഴ്സണൽ സെല്ലിങ്ങിനെ പറ്റി പറഞ്ഞു, നമ്മൾ ഓറൽ പ്രസന്റേഷനെ പറ്റി പറഞ്ഞു. ഇവർ സെയിൽസ് ആൻഡ് കസ്റ്റമറും സെയിൽസ്മാനും തമ്മിൽ ലോങ് ടേം ഒരു കണക്ഷൻ അല്ലെ റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞു. ഓൺലൈൻ മെത്തേഡിനെ പറ്റി പറഞ്ഞു, ഓഫ്ലൈൻ മെത്തേഡിനെ പറ്റി പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ആണ്. എത്രത്തോളം പ്രാധാന്യമുണ്ട് പേഴ്സണൽ സെല്ലിങ്ങിന്. ആ ഒരു പ്രാധാന്യം തന്നെയാണ് മിസ് ഇപ്പോൾ പറഞ്ഞത്. ഈ ഒരു ജനറേഷനിൽ കുട്ടികൾ ഏൺ ചെയ്യുന്നതും കുട്ടികൾ അവരുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡ് സെറ്റിലാവാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങളും, ഈ ഒരു പല പ്രായത്തിലുള്ള ഹൗസ് വൈഫും എല്ലാവരും ഏൺ ചെയ്യാനൊരു ബിസിനസ് മേഖലയിലേക്ക് വരുന്നതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് തന്നെയാണ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. ദെൻ ഇതിൽ പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് സവിശേഷതകൾ, പേഴ്സണൽ സെല്ലിങ്ങിന്റെ സവിശേഷത. ഫസ്റ്റ് പോയിന്റ് ഈസ് ബയർ ആൻഡ് സെല്ലർ ഇന്ററാക്ഷൻ. അത് നമുക്ക് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ബയറും സെല്ലേഴ്സും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ വേണം, പേഴ്സണൽ ഇന്ററാക്ഷൻ. ബയർ എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന ആളും സെല്ലർ എന്ന് പറഞ്ഞാൽ വിൽക്കുന്ന ആളും തമ്മിൽ എന്ത് വേണം, ഒരു ഇന്ററാക്ഷൻ വേണം. അല്ലാതെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പാടില്ല, എനിമിയെ പോലെ സംസാരിക്കാൻ പാടില്ല, തമ്മിൽ ശത്രുത ഒരിക്കലും പാടില്ല. ഒരു
ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഫീൽഡിൽ ഇമ്പോർട്ടൻ്റ് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് സെയിൽസ്മാന് തന്നെയാണ് അല്ലേ. ഒരു സെയിൽസ് ചെയ്യുന്ന ആളാണ് ആര്, സെയിൽസ്മാൻ. അപ്പോൾ തൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് സെയിൽസ് ആക്കി കസ്റ്റമറിന് അത് കൊടുത്ത് അത്രയും നല്ല സത്യസന്ധതയിലും നല്ല രീതിയിലും നല്ല ബിഹേവിയറും എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. പെരുമാറ്റം, സംസാരം, അല്ലെ, ഓറൽ പ്രസൻറ്റേഷൻ, പിന്നെ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അറിവ്, ഈ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉള്ളതാണോ അല്ലയോ, ഇതിന് എത്രത്തോളം ഗ്യാരണ്ടി ഉണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാനുള്ള ഒരു കഴിവ്, അത് തന്നെയാണ് ഒരു പേഴ്സണൽ സ്കിൽ എന്ന് പറഞ്ഞത്. അതിന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്ന കഴിഞ്ഞ പാർട്ടിലെ ക്ലാസ്സിൽ നമ്മൾ ആർട്ട് എന്ന് പറഞ്ഞു അല്ലേ, ഇറ്റ്സ് എൻ ആർട്ട് എന്ന് പറഞ്ഞു. ബിസിനസ് ഇസ് എൻ ആർട്ട് അല്ലെ. സെയിൽസ്മാൻ എന്താണോ ആ ആർട്ട് അറിയുന്ന ആളായിരിക്കണം ആര്, സെയിൽസ്മാൻ. അപ്പോൾ ഇവിടെ പറഞ്ഞ ബയറും സെല്ലറും തമ്മിൽ ഒരു കറക്റ്റ് ഇൻട്രാക്ഷൻ വേണം. സെക്കൻഡ് ഈസ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. അതായത് നേരിട്ട് അവർക്ക് എന്ത് ചെയ്യണം, സാധനങ്ങൾ കൊടുക്കാൻ കഴിയണം. ഓക്കെ, അതാണ് എന്താണ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആണ്, നേരിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു സെക്ഷൻ ആവണം. നെക്സ്റ്റ് സെല്ലർ ആൻഡ് ബെനിഫിറ്റ് ടു ദ ബയർ. സെല്ലർ ആൻഡ് ബെനിഫിറ്റ് ടു ദ ബയർ എന്താവണം, വാങ്ങുന്ന ആൾക്കാർക്ക് ബെനിഫിറ്റ് വേണം, അത് ക്വാളിറ്റിയുള്ള സാധനം ബെനിഫിറ്റ് ആവണം. നെക്സ്റ്റ് പുഷ് സ്ട്രാറ്റജി. പുഷ് മീൻസ് തള്ളുക അല്ലെങ്കിൽ ഉന്തുക എന്നൊക്കെ പറയും. പുഷ് ചെയ്യുക അല്ലെ, ഡോർ നമ്മൾ ചില ഷോപ്പിൽ കയറുമ്പോൾ പുഷ് ദ ഡോർ അല്ലെ, പുഷ് എന്ന് എഴുതി വെക്കും, കാരണം തള്ളുക എന്നാണ് അർത്ഥം. അറിയാവുന്ന കാര്യമാണ്. പുഷ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, അതായത് ഒരു സെയിൽസ്മാൻ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു സെയിൽസ്മാൻ ഒരു വീട്ടിലേക്ക് ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി കയറി ചെല്ലുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു പക്ഷേ ഇത് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുന്ന കസ്റ്റമർ ആണെന്ന് തിരിച്ചറിയാനുള്ള അത്യാവശ്യം മിനിമം ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ മിനിമം കോമൺ സെൻസ് ആർക്ക് വേണം, സെയിൽസ്മാന് വേണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് തന്നെ തിരിച്ചു പോവാം. ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു, അവിടെ ഒരു വീട്ടമ്മയുണ്ട്. ആ വീട്ടമ്മ ആ ഒരു പ്രൊഡക്റ്റ് മീൻസ് എന്ത് പ്രൊഡക്റ്റ് ആവട്ടെ, ഒരു പക്ഷേ അതൊരു നമ്മളെന്തോ എക്സാമ്പിൾ എന്ത് പറയുന്നു, നമ്മളൊരു ദോശക്കല്ലോ എന്തോ പ്രോഡക്റ്റ്, അപ്പോൾ ആ വീട്ടമ്മ ഇങ്ങനെ ആരോ ഒരു ദോശക്കല്ല് വേണമല്ലോ എന്ന്, അത് ഒരു അത്യാവശ്യ ഘടകമാണ്. ആ വീട്ടിൽ വാങ്ങണം എന്നിങ്ങനെ വിചാരിക്കുക. അപ്പോഴാണ് ഒരു സെയിൽസ്മാൻ അത് കൊണ്ടുവന്നത്. വാങ്ങണോ വാങ്ങണ്ടേ എന്നിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോൾ ആ കൺഫ്യൂഷനിൽ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. വാങ്ങില്ല വാങ്ങണ്ട, അപ്പോൾ ക്വാളിറ്റി ഇങ്ങനെ പറഞ്ഞ് അതിൻ്റെ അത് വാങ്ങിയാലുള്ള ഗുണങ്ങളും ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഗ്യാരണ്ടി പിന്നെ അങ്ങനെ പറഞ്ഞ് സെയിൽസ്മാൻ ആ ഒരു വീട്ടമ്മയെ അല്ലെങ്കിൽ ആ ഹൗസ് വൈഫിനെ പറഞ്ഞ് അത് വാങ്ങിപ്പിക്കുന്നു, പുഷ് ചെയ്യുന്നു. അതായത് അങ്ങോട്ടോ ഇങ്ങോട്ടോ രണ്ട് ഭാഗത്തേയും ചാഞ്ഞ മനസ്സായി നിൽക്കുന്ന ആ ഒരു വീട്ടമ്മയെ പുഷ് ചെയ്ത് തള്ളിയിട്ട് പുഷ് ചെയ്യുക മീൻസ് അവരെ വാങ്ങിപ്പിക്കുന്നു. ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുന്ന ആ ഒരു സിറ്റുവേഷനെ നമ്മൾ എന്തെന്ന് പറയുന്നു, പുഷ് സ്ട്രാറ്റജി എന്ന് പറയും. അതൊരു സ്ട്രാറ്റജിയാണ്. അതൊരു ബിസിനസ് ഫീൽഡിലേക്ക് വരുമ്പം അതൊരു സ്ട്രാറ്റജിയാണ്. ചിലപ്പോൾ ഡെഫിനേഷൻ ചോദിക്കും വാട്ട് ഈസ് പുഷ് സ്ട്രാറ്റജി, അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുക. ഇറ്റ്സ് ആൻഡ് കസ്റ്റമർ ആൻഡ് അതൊരു ഡിസിഷൻ എടുക്കാൻ വേണോ വേണ്ട എന്നുള്ള ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കുറച്ചെടുത്ത കാലതാമസം അല്ലെങ്കിൽ കൺഫ്യൂഷൻ മൈൻഡായിരിക്കുന്ന ആളെ അത് വാങ്ങിപ്പിക്കുന്നു. നമ്മളത് വിൽക്കുന്നു. ആ വീട്ടിലത് വിറ്റ് അത് വാങ്ങിപ്പിക്കുന്നതിനെയാണ് ഇന്ന് പുഷ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് കസ്റ്റമൈസേഷൻ ആൻഡ് പേഴ്സണലൈസേഷൻ. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ്റെ പേഴ്സണാലിറ്റി വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഇതൊക്കെ എന്തിൽ വരും, ഓറൽ പ്രസൻറ്റേഷൻ. ആ പേഴ്സണാലിറ്റി അതായത് ഒരു വീട്ടമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മാനേഴ്സ് കീപ്പ് ചെയ്തുകൊണ്ട് വരെ അവരോട് സംസാരിക്കാൻ. നമ്മൾ എന്ത് ചെയ്യുക, ഓടിപ്പോയി അവിടെ കസാലയിലേക്ക് അവരോട് സമ്മതം പോലും ചോദിക്കാതെ കസാലയിൽ കയറിയിരിക്കുന്നു. എനിക്ക് ഇത്തിരി ആ വെള്ളമൊന്നും ഞാൻ കുടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സമ്മതം ചോദിക്കുക, ജഗ്ഗിൽ വെള്ളം അതെടുത്ത് കുടിക്കുന്നു. അങ്ങനെ ഓവർ ഫ്രീഡം കാണിക്കുന്ന ചില സെയിൽസ്മാൻ അങ്ങനെ ഒരു നെഗറ്റീവ് ഇതിലുണ്ട്. അപ്പോൾ അതൊന്നും കാണിക്കാതെ നമ്മൾ കാം ആൻഡ് ക്വയറ്റിൽ പോയി സംസാരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, സംസാരിക്കുന്നു, പ്രൊഡക്റ്റിനെ പറ്റി പറയുന്നു, പ്രൊഡക്റ്റ് അവരോട് നിങ്ങളിത് വാങ്ങണം, ഇതിന് ക്വാളിറ്റിയെ പറ്റി വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ് ഇതിലുള്ളത്. ഓക്കെ, ആൻഡ് കസ്റ്റമൈസേഷൻ ആൻഡ് പേഴ്സണലൈസേഷൻ. അത് കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് കസ്റ്റമറെ ഉപഭോക്താവിനെ കൊണ്ട് ആ ഉൽപ്പന്നം വിൽപ്പിക്കുന്ന ആ ഒരു സിറ്റുവേഷനെ കസ്റ്റമൈസേഷൻ എന്നും, പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത് സെയിൽസ്മാൻ്റെ പേഴ്സണാലിറ്റി വെച്ചിട്ടാണ് അദ്ദേഹം അവിടെ എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിനെ സെയിൽസ് ചെയ്യുന്നത്. അതിനെ പേഴ്സണലൈസേഷൻ എന്നും പറയുന്നു. ദെൻ ഹ്യൂമൺ എലമെൻറ്റ് ആൻഡ് ബോഡി ലാംഗ്വേജ് ആൻഡ് ടോൺ ആൻഡ് അപ്രീസിയേഷൻ, ഇതെല്ലാം അല്ലേ, ആറ്റിറ്റ്യൂഡ്, അപ്പിയറൻസ്. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കുക, പോയിന്റ് വൈസ് എഴുതി വെക്കുക. ഹ്യൂമൺ എലമെൻറ്റ്, മാനുഷികമായിട്ടുള്ള പല ഘടകങ്ങളും ഒരു സെയിൽസ്മാന് വേണം. നമ്മൾ എത്രയോ കേൾക്കുന്ന കഥകളുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ കേൾക്കുന്ന വാട്സപ്പിൽ വരുന്ന സ്പ്രെഡ് ആകുന്ന പല വ്യാജ വാർത്തകളല്ല, റിയൽ ആയിട്ടുള്ള ന്യൂസുകളുണ്ട്. എന്താണ് നമ്മളെ ന്യൂസിൽ പറയുന്നത്, സെയിൽസ് വിൽക്കാൻ വരുന്ന പല
നാടോടി സ്ത്രീകളാണെങ്കിലും ഇനി ഇതര സംസ്ഥാനക്കാരാണെങ്കിലും പലരും വേഷം മാറി അതായത് സാധനങ്ങൾ വിൽക്കാൻ എന്ന വ്യാജേന വീടിനകത്ത് കയറുന്നു, കുട്ടികളുടെ സ്വർണ്ണമാല മോഷ്ടിക്കുന്നു, കുട്ടികളെ തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഹ്യൂമൻ എലമെൻറ്റ്, അതായത് മാനുഷികമായിട്ടൊരു മനുഷ്യൻ ഒരു റിയൽ ഹ്യൂമൻ ബീങ് ആയിരിക്കണം എന്ന്, അതായത് നല്ലൊരു മനസ്സിന് ഉടമയായിരിക്കണം. അതായത് ഒരു വീട്ടിൽ കയറി ചെന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒന്ന് മോഷ്ടിക്കാനോ അപഹരിക്കാനോ പാടില്ല. ഒരു ഹ്യൂമൻ എലമെൻ്റായ ഒരു ഗുഡ് മനസ്സ്, നല്ല മനസ്സുള്ള ഒരാളായിരിക്കണം സെയിൽസ്മാൻ അവിടെ. അതായത് ഇപ്പോഴത്തെ ജനറേഷനിൽ ശരിക്കും ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ഒരു പോയിന്റ് നിങ്ങൾ മറന്നു പോകരുത്. ഹ്യൂമൻ എലമെൻറ്റ്, അതായത് ബോഡി ലാംഗ്വേജ്, അത് ബോഡി ലാംഗ്വേജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു വീട്ടമ്മയാണെങ്കിൽ അവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ ആയിട്ടുള്ള ഒരു ഡീലിംഗാണ് നടക്കുന്നത്. അപ്പോൾ മെയിലായിട്ടുള്ള ഒരു സെയിൽസ്മാൻ ഫീമെയിൽ ആയിട്ടുള്ള ഒരു കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ ബോഡി ടച്ച് അങ്ങനെയുള്ള എന്താ പറയുക, ഡേർട്ടി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എല്ലാത്തിനും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം എന്ത് ചെയ്യാൻ, ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ. നെക്സ്റ്റ് ടോൺ, നമ്മൾ സംസാരിക്കുന്ന ടോൺ, വേ ഓഫ് ലാംഗ്വേജ് എന്നൊക്കെ പറയാം. ടോൺ മീൻസ് നമ്മുടെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം, അല്ലെങ്കിൽ അത് കുറയുന്നത് കൂടുന്നത്. ടോൺ ഒരു സൗണ്ട് തന്നെ നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം കൂട്ടുകയും ചെയ്യാം. അപ്പോൾ ഷൗട്ട് ചെയ്യുന്നത് ഒരു ടോണാണ്. അപ്പോൾ ഷൗട്ട് ചെയ്യാതെ കാം ആൻഡ് ക്വയറ്റായിട്ട് നമ്മൾ ഡീൽ ചെയ്യണം. നമ്മൾ മീൻസ് സെയിൽസ്മാൻമാർ ഡീൽ ചെയ്തേ പറ്റൂ. ദാറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് ടോൺ. നെക്സ്റ്റ് അപ്പിയറൻസ്. അവരുടെ ആ ഒരു അവർ കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു പെർഫോമൻസും അപ്പിയറൻസും ഒക്കെ ഒരേ മീനിങ് തന്നെയാണ് വരുന്നത്. അപ്പിയറൻസ് ചെയ്യുന്നത് അവരുടെ മുന്നിൽ ഒരു സെയിൽസ്മാൻ ഇതാണ് ഈ സാധനം നിങ്ങൾ ഉപയോഗിച്ചോളൂ, ചേച്ചി ഇത് ഉപയോഗിച്ചാൽ ചേച്ചിക്ക് ഒരു കുഴപ്പം വരില്ല, ചിലപ്പോൾ മുടിയൊക്കെ നീളം വെക്കാൻ അങ്ങനെയൊക്കെ ഉള്ളതാണ്. പെട്ടെന്ന് ഫീമെയിൽ ആയ കസ്റ്റമേഴ്സ് പെട്ടെന്ന് വീഴും. മുടി പുതിയ ഇനിയിപ്പോൾ എന്താ പറയുക, എക്സാമ്പിൾ പറഞ്ഞുതരാം. വയനാട്ടിൽ നിന്ന് വരുന്ന പല സെയിൽസ്മാൻമാരെന്ന് പറയാൻ പറ്റില്ല. അവർ വയനാട്ടിലെ ആദിവാസികൾക്കിടയിൽ നിന്ന് വരുന്ന സാധാ ഹ്യൂമൻ ബീങ്സ് ആയിരിക്കും, സാധാ മനുഷ്യരാണ്. അവർക്ക് എന്താ അറിയില്ല, ഈ വല്ലാതെ ഒരാളെ ഓറൽ പ്രസൻറ്റേഷനൊക്കെ സംസാരിച്ച് വീഴ്ത്താൻ അത്ര കഴിവൊന്നും ഇല്ലാത്ത സെയിൽസ്മാൻമാർ. പക്ഷെ അവിടെ കയ്യിലിരുന്ന പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ, കാരണം അത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇലകളിൽ നിന്നും നാച്ചുറൽ വേരുകളിൽ നിന്നും എടുക്കുന്ന ഔഷധങ്ങളും ഒക്കെ കൂടി കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന പല മുടിയിലൊക്കെ തേക്കാൻ പറ്റുന്ന ഔഷധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ഓറൽ പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ സോണോ ടോണോ അല്ലെങ്കിൽ ടച്ച് അങ്ങനത്തെ ഒന്നുമില്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വാങ്ങാൻ പറ്റും. അവർക്ക് അത്ര ഈ ആദിവാസി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ജീവിക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ചും പുതിയ ആളുകളുമായി ഇടപഴകലൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എന്തറിയുന്നില്ല. പെട്ടെന്ന് അവർക്കൊരു ബോഡി ലാംഗ്വേജസിനൊക്കെ ചിലതൊന്നും അത്ര അറിയത്തില്ലാത്തൊരു മേഖലയായിരിക്കും അവർക്കും ഈ ഒരു ബിസിനസ്. എങ്കിലും അവരെ വിറ്റഴിച്ച് പോകുന്നു. അപ്പം അതും കൂടി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ ബോഡി അപ്പിയറൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ചില ഈ വയനാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ നമ്മൾ ഓടി വന്ന് നമ്മൾ സിറ്റ് ഔട്ടിൽ പല കയ്യിലൊക്കെ കയറി ഇരിക്കുകയൊക്കെ ചെയ്യും, വെള്ളം തിരിച്ച്. എന്നാലും കുഴപ്പമൊന്നുമില്ല. അതെല്ലാം അങ്ങനെ മറ്റുള്ള രീതിയിലും സെയിൽസ്മാൻമാരുണ്ട്. അത് എന്താവാം, ന്യൂ ജനറേഷൻ സെയിൽസ്മാൻമാരും ആവാം, ഓൾഡ് ജനറേഷനിലുള്ള സെയിൽസ്മാൻമാരും ആവും. അപ്പോൾ അവർക്കൊരു ബോഡി അപ്പിയറൻസ് ഉണ്ട്. നല്ല മനസ്സുള്ള ആൾക്കാരും ഉണ്ട്, ചീത്ത മനസ്സുള്ള ആൾക്കാരും ഉണ്ട്. വീട്ടിൽ കയറിച്ചത് പല സാധനങ്ങളും മോഷ്ടിച്ച് കൊണ്ടുപോകുന്ന സെക്ഷനിലുള്ള ആളുകളും, അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാർ അടങ്ങിയതാണ് നമ്മളെ സൊസൈറ്റി, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ എലമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ബോഡി ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്, ടോൺ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പിയറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. മോർ എൻഗേജിങ്, അതായത് ഡെമോൺസ്ട്രേഷൻ. ഒരു വ്യക്തി മോർ എൻഗേജിങ് ആയിരിക്കണം. അതായത് അവർ നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ ഒരു വീട്ടിൽ കയറി ചെന്ന് നമ്മൾ ആ പ്രൊഡക്റ്റ് വിൽക്കുന്നത് വരെ എൻഗേജ്ഡ് ആക്കിക്കൊണ്ട് വേണം സംസാരിക്കാൻ. അല്ലെങ്കിൽ ഇടയ്ക്ക് സംസാരം നിർത്തും, എന്ത് ചെയ്യും, അവരെണീറ്റു. നമ്മുടെ കസ്റ്റമർ എന്ത് ചെയ്യും, ഇവർ സംസാരിക്കുന്നൊന്നുമില്ലല്ലോ, ഫോണൊക്കെ വേറെ ആൾക്കാർ അതിലൂടെ പോകുന്നു, ചിലപ്പോൾ അറിയുന്ന ആളാണെങ്കിൽ അവരോട് സംസാരിച്ച് അപ്പോഴും കസ്റ്റമറെ വഴിക്ക് പോകും. അപ്പോൾ നമ്മൾ മോർ എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുക അവരോട്. അതായത് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വിറ്റഴിയുന്നത് വരെ അവരോട് എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ഒരു വ്യക്തി ഡെമോൺസ്ട്രേഷൻ ചെയ്യാനാണ്. അതായത് ആ വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇതിങ്ങനെ ഡെമോൺസ്ട്രേറ്റ് നമ്മൾ അതേപോലെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ വ്യക്തിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ക്വിക്ക് റെസ്പോൺസ് ആൻഡ് കസ്റ്റമർ ഫീഡ്ബാക്ക്. പിന്നെ അവരെന്ത് ചെയ്യുക, ക്വിക്ക് റെസ്പോൺസ് ചെയ്യുക. അവർ സംസാരിക്കുമ്പോൾ റിസൾട്ട് അപ്പം തന്നെ ക്വിക്കായി റെസ്പോൺസ് ചെയ്യുക. അല്ലെങ്കിൽ അവരെന്തേ ചോദിക്കുമ്പോൾ നമ്മൾ ഫോൺ വരുമ്പോൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വഴിയിലൂടെ ആരോ പോകുമ്പോൾ അവരോട് സംസാരിച്ചിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ ക്വിക്കായി റെസ്പോൺസ് ചെയ്യുക. കസ്റ്റമർ ഫീഡ്ബാക്ക്, അതായത് കസ്റ്റമറോട് സാധനം വാങ്ങിയിട്ട് പിന്നെ അവരോട് ഫീഡ്ബാക്ക്, എങ്ങനെയുണ്ട് ചേച്ചി, ഇപ്പോൾ ഓയിലാണെങ്കിൽ മുടിയിൽ നമ്മൾ
ഹെയർ ഡൈ ഒക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ച് ഇത് എന്താ ചേച്ചി ഇത് ഉപയോഗിച്ചിട്ട് എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ളൊരു ഫീഡ്ബാക്ക് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, കൾട്ടിവേറ്റിംഗ് റിലേഷൻഷിപ്പ്. അറ്റ് ലാസ്റ്റ് പോയിന്റ് ആണ് കൾട്ടിവേറ്റിംഗ് റിലേഷൻ. ശരിക്കും നമ്മൾ ഗ്രാസ് ഒക്കെയാണ് കൾട്ടിവേറ്റ് ചെയ്യുക അല്ലെ, കൃഷി ഫാം ഒക്കെയാണ് കൾട്ടിവേഷനിൽ വരിക. ഇവിടെ കൾട്ടിവേറ്റിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതൊരു ടെക്നിക്കൽ വേർഡായിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് ഉപയോഗിച്ചതാണ്. അതായത് കൾട്ടിവേറ്റിംഗ് റിലേഷൻഷിപ്പ് മീൻസ് പിന്നെ എന്ത് ചെയ്യുക, നല്ല റിലേഷൻഷിപ്പ് അവിടെ കൾട്ടിവേറ്റ് ചെയ്യുക, അവിടെ നട്ട് നനച്ചുണ്ടാക്കുക. അതായത് നല്ലൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഹെയർ ഓയിൽ തന്നെ നമ്മൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് തീർന്നതിന് ശേഷവും ആ കസ്റ്റമർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന വിധത്തിൽ നല്ലൊരു ഗുഡ് റിലേഷൻഷിപ്പ് അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, കൾട്ടിവേറ്റിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടൈപ്പ് ഓഫ് സെല്ലിംഗ് സിറ്റുവേഷൻ. ടൈപ്സ് ഓഫ് സെല്ലിംഗ് സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ്, അതിൽ 3 പോയിന്റ് ആണ്. ടൈപ്സ് ഓഫ്, നേരത്തെ മിസ് പറഞ്ഞ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞു ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗിൽ ഫസ്റ്റ് പോയിന്റ് ബയർ ആൻഡ് സെല്ലർ ഇന്ററാക്ഷൻ, സെക്കൻഡ് ഈസ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, തേർഡ് ഈസ് പുഷ് സ്ട്രാറ്റജി. മറന്നു പോകരുത്, പുഷ് ചെയ്യുക അല്ലെ, കൺഫ്യൂഷനായി നിൽക്കുന്ന കസ്റ്റമറെ പറഞ്ഞ് തള്ളിയിടുന്നതിനാണ് പുഷ് സ്ട്രാറ്റജി. 4ാമത്തെ പോയിന്റ് കസ്റ്റമൈസേഷൻ ആൻഡ് പേഴ്സണലൈസേഷൻ. 5ാമത്തെ പോയിന്റ് ഹ്യൂമൻ എലമെന്റ്. ആ 5ാമത്തെ പോയിന്റിൽ തന്നെ സബ്ബായിട്ട് നിങ്ങൾ എഴുതേണ്ടതാണ് ബോഡി ലാംഗ്വേജ്, കോമ അല്ലെ താഴെ എഴുതുക ടോൺ, അതിന് താഴെ അപ്പിയറൻസ് എഴുതുക. നെക്സ്റ്റ് മോർ എൻഗേജിങ്, അത് മോർ എൻഗേജിങ് മതി. ഓക്കെ, നെക്സ്റ്റ് 7ാമത്തെ പോയിന്റ് ക്വിക്ക് റെസ്പോൺസ് ആയിരിക്കണം. 8ാമത്തെ പോയിന്റ് കസ്റ്റമർ ഫീഡ്ബാക്ക് ആയിരിക്കണം. 9ാമത്തെ പോയിന്റ് കൾട്ടിവേറ്റിംഗ് റിലേഷൻഷിപ്പ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയ പോയിന്റ് ആണ് കൾട്ടിവേറ്റ് റിലേഷൻഷിപ്പ്. എന്ത് സ്റ്റാർട്ട് ചെയ്യുക, കസ്റ്റമറോട് നമ്മൾ നല്ല രീതിയിൽ പെരുമാറുക, ഗുഡ് മാനർ ആവുക, നമ്മുടെ ബോഡി ലാംഗ്വേജ് ഗുഡ് ആയിരിക്കണം, നമ്മൾ ഓറൽ പ്രസന്റേഷൻ ഗുഡ് ആയിരിക്കണം, നമ്മൾ ഡീലിങ്സും ഗുഡ് ആയിരിക്കണം. പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യാൻ, അവരെ പറ്റിക്കാൻ പാടില്ല, ക്വാളിറ്റി ഉള്ളത് കൊടുക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കൾട്ടിവേഷൻ ടു ഗുഡ് റിലേഷൻഷിപ്പ് ചെയ്യുക, നല്ലൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ്, ടൈപ്പ് ഓഫ് സെല്ലിംഗ് സിറ്റുവേഷൻ. ടൈപ്സ് ഓഫ് സെല്ലിംഗ് സിറ്റുവേഷൻ. ഫസ്റ്റ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ്, 3 പോയിന്റ് ആയിട്ടാണ് എന്ത് ടൈപ്സ് ഓഫ് സെല്ലിംഗ് സിറ്റുവേഷൻ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. 1ാമത് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് കൺസ്യൂമേഴ്സ്, ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് മാർക്കറ്റ്, ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ്. ഓക്കെ, തെറ്റാതെ നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുന്നത് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് കൺസ്യൂമേഴ്സ്, ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് മാർക്കറ്റ്, ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ്. ഈ 3 സെക്ഷനും കൂടി അടങ്ങിയതാണ് ടൈപ്പ് ഓഫ് സെല്ലിംഗ് സിറ്റുവേഷൻ. നെക്സ്റ്റ് കൺസ്യൂമർ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കൺസ്യൂമേഴ്സ് ആണ്. കൺസ്യൂമേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് 1ാമത് എക്സിസ്റ്റിംഗ് കൺസ്യൂമേഴ്സ് ആൻഡ് ന്യൂ കസ്റ്റമർ ആൻഡ് B2B യൂസ് ഇൻ മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്. അതായത് B2B എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ബിസിനസ്. അതായത് ബിസിനസ് മേഖലയിൽ 2 സെയിൽസ്മാൻമാർ തമ്മിലോ അല്ലെങ്കിൽ ബിസിനസ് മാഗ്നറ്റുകളോ ബിസിനസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് അവർ തമ്മിലുള്ള ഒരു ഡീലിംഗ് ആണ് B2B എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്രൊഡക്റ്റ് ബേസ്. നമ്മൾ ടൈപ്സ് ഓഫ് സെല്ലിംഗിൽ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് കൺസ്യൂമർ നേരത്തെ പറഞ്ഞത് മിസ് ഇപ്പോൾ എക്സ്പ്ലെയിൻ നിങ്ങൾക്ക് മനസ്സിലായോ, കൺഫ്യൂഷൻ ഉണ്ടോ എന്നറിയില്ല, അതുകൊണ്ട് ഒന്നും കൂടി പറയാം. ടൈപ്പ് ഓഫ് സെല്ലിംഗ് സിറ്റുവേഷൻ ആണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. ടൈപ്സ് ഓഫ് സെല്ലിംഗ് സിറ്റുവേഷൻ അണ്ടർലൈൻ ചെയ്തിട്ട് one is based on type of consumers, second is based on type of market, third is based on type of product. അതിൽ ഫസ്റ്റ് one is based type of consumers ആണ് നമ്മൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത്, ഓരോന്നും നമ്മൾ വീണ്ടും സബായിട്ട് ജസ്റ്റ് ഒന്ന് പറയാണ്. അത് ടൈപ്സ് ഓഫ് സെല്ലിംഗ് സിറ്റുവേഷനെ നമ്മൾ 1, 2, 3 കാറ്റഗറൈസ് ചെയ്തു. 1ത്തെ നമ്മൾ വീണ്ടും പറയാണ് കൺസ്യൂമർ. അതായത് കൺസ്യൂമർ എന്താണ്, ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് കൺസ്യൂമർ നമ്മൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആൻഡ് ന്യൂ കസ്റ്റമർ. ഓക്കെ, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സും കസ്റ്റമേഴ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ ന്യൂ കസ്റ്റമർ, ഒരു പുതിയ കസ്റ്റമർ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുറച്ച് പാടാണ്. കാരണം നമ്മൾ ആദ്യം അവിടെ പോയി പറയുന്നു, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഈ പ്രൊഡക്റ്റ് എന്താണ് പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നമ്മൾ പറയുന്നു. അങ്ങനെ പറഞ്ഞു ഒരു സെയിൽസ്മാൻ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് എന്ത് ചെയ്തത്, ഒരു ന്യൂ കസ്റ്റമർ ഉണ്ടാക്കുന്നത്. കാരണം ആ ന്യൂ കസ്റ്റമറിന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ഇതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ലോങ് ടേം റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ കൾട്ടിവേഷൻ ഓഫ് റിലേഷൻ എന്നൊക്കെ നമ്മൾ നേരത്തെ പരാമർശിച്ചതുപോലെ ഒരു ലോങ് ടേം
കമ്മ്യൂണിക്കേഷൻ വരാവുന്ന രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇത് കഴിഞ്ഞു, ഈ പ്രോഡക്റ്റ് ഞാൻ വിറ്റു, അത് കഴിഞ്ഞു, ജസ്റ്റ് സ്റ്റോപ്പ്, ദെൻ പോകുന്നു. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്, ന്യൂ കസ്റ്റമേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുക, കൺസ്യൂമർ, ദ ടൈപ്പ് ഓഫ് കൺസ്യൂമർ നമ്മൾ ഇതാക്കുക. നെക്സ്റ്റ് B2B, യൂസ് ഓഫ് മാനുഫാക്ചറിങ് ഗുഡ്. B2B ഗുഡ്സ്, B2B എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർക്കുക, B2C ഉണ്ട്, B2B ഉണ്ട്. B2B ബിസിനസ് ടു ബിസിനസ് ആണ്, B2B ബിസിനസ് ടു കസ്റ്റമർ ആണ്. B2B മീൻസ് രണ്ട് ബിസിനസ്സുകാർ തമ്മിൽ ഡീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിലെന്താ വരിക, യൂസ് ഇൻ മാനുഫാക്ചറിങ് ഗുഡ്സ് ആണ്. അതായത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സ്, ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ, ഉൽപാദന വസ്തുക്കൾ എന്നാണ് പറയുന്നത്. ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളെ ഉൽപാദന വസ്തുക്കൾ എന്ന് പറയുന്നു. ദാറ്റ് ഈസ് അറ്റ് ലാസ്റ്റ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ ഏകദേശം ഫില്ലായി കഴിഞ്ഞിരിക്കുന്നു.